Morning. Good morning, Miss. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. സുഖാണോ മാം? സുഖം. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇന്നലെ മിലു മിസ്സിന് ഒരു പീരീഡ് വേണമായിരുന്നു, അതുകൊണ്ട് മാറിക്കേറിയതാ കേട്ടോ. എന്തൊക്കെയുണ്ട്? സുഖം. സുഖം സുഖം. PDF എടുക്കട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. കാണാൻ പറ്റുന്നുണ്ടോ PDF? Yes.
ഓക്കെ. നിങ്ങൾ അന്നൊരു സാരോ ക്ലാസ് എന്നാ തീരണേന്ന് ചോദിച്ചിരുന്നല്ലോ. ആരാണ് നോക്കുന്നില്ല. ഏതൊരു ക്ലാസ്സിൽ ഡേറ്റ് ചോദിച്ചിരുന്ന ആരാണ്? മോർണിംഗ്. നിങ്ങളുടെ ശരിക്കും ഡേറ്റ് ഏപ്രിൽ 8-ാം തീയതി ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഒഫീഷ്യലി തീരുന്നത് ഏപ്രിൽ 8-ാം തീയതി ആയിരിക്കും. എത്ര എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ ഫെബ്രുവരി 10-ആയി. അതില്ല അല്ല 2.5 മാസം ഉണ്ടാവും. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ലാസ്റ്റ് ഭാഗമാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. മാനേജ്മെന്റ് ടെക്നിക്സ് ആയിരുന്നു. അതില് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എടുത്തു, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഡിപ്ലോമ തീരുന്ന കാര്യം എന്താ പറഞ്ഞത്? PG അല്ല, ഡിപ്ലോമ. ഇതിലൊക്കെ കുട്ടികളെ PG ചേർന്നിട്ടില്ലേ? ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ പേജ് നമ്പർ 27, 28. PG-ക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ഡിപ്ലോമക്കാരുടെ കൂടെ ആയിരിക്കുള്ളൂ. ലൊക്കേഷൻ അവരെ മറ്റടുത്ത ബാച്ചില് PG ഗ്രൂപ്പിന്റെ ഒപ്പം ഒരു നിൽക്ക് വരാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് അത് ഞാൻ ചോദിച്ച ഒന്നുകൂടി കൺഫേം ചെയ്ത് പറയാം കേട്ടോ. കാരണം ചോദിക്കണം. അല്ലാതെ വരാറുണ്ട് കുട്ടികള് ജസ്റ്റ് പ്രോഗ്രാം കാണാനും ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ട് പോവാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ അത് പറ്റുള്ളൂ. ദൂരെന്നായാലും അങ്ങനെ പിന്നെ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അത്ര വരുള്ളൂ. വരില്ല. വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ആ 400 ഔട്ട് ഓഫ് 400 കിട്ടിയിട്ടുണ്ട്. എന്താ ഓപ്ഷൻ? അതാണ് ടോപ്പറാണ്. ഓക്കെ. എന്തുകൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചെടുക്കാൻ? നിങ്ങൾക്ക് 400 ഔട്ട് ഓഫ് 400 വേണ്ടേ? പാസ് മാർക്കിന് വേണ്ടി ആരും പഠിക്കരുത് കേട്ടോ. വേണം. ടോപ്പഡ് അവാർഡാണ്. ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഉണ്ടാവും. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? അപ്ലേഷ്യൽ പ്രൈസ്, പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പാർട്ടിസിപ്പേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്. അല്ലെ, റീഇൻഫോഴ്സ്മെന്റ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് മോട്ടിവേഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് എന്താ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ 2 പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് പറയുന്നത്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ. രണ്ടും നല്ല ഫലങ്ങൾ മാത്രം, നല്ല റിസൾട്ട് മാത്രം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ഇത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഓരോ പീപ്പിൾസിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മോട്ടിവേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഓക്കെ. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമ്മള് എങ്ങനെയായിരിക്കണം? It's possible to influence people behavior only by providing the properly scheduled awards. നമ്മള് ഒരു പ്രോപ്പർലി ഷെഡ്യൂൾ ചെയ്ത റിവാർഡ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓരോ ബിഹേവിയർ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതായത് അവരതിന് യോജിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മികച്ച രീതിയിലുള്ള റിവാർഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് കൊടുത്താലും നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവും. നെഗറ്റീവ് കൊടുക്കുമ്പോൾ എന്താണ്? അത് പിന്നീട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പിന്നെ അവർക്കത് എന്താണ്? ഇതെല്ലാം തന്നെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ. ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ മോട്ടിവേഷൻ ടൂൾസുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കാറ്റഗറി ബിഹേവിയർ ഉള്ളവർക്കായിരിക്കും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ളവർക്കായിരിക്കും. അതോളോ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കേണ്ടത്?
ലോ എനർജി ഉള്ളവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് എന്താണ് ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അതേപോലെ അതേപോലെ നല്ല എനർജി ഉള്ളവർക്ക് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുത്ത ഏറ്റവും നല്ല ഹയസ്റ്റ് പൊസിഷനിൽ അവിടെയും എത്താൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ബിഹേവിയർ കാണിക്കുന്ന സമയത്താണ് നമ്മൾ അവരെ ആവർത്തിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ റീൻഫോഴ്സ് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഹ്യൂമൻ ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നോൺ ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസിൽ വരുന്ന ഒന്നാണ് എന്താ, റീഇൻഫോഴ്സ്മെന്റ്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മൾ റിവാർഡ് ബേസിസിലാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്താണ്, QWL. അറിയാമോ എന്താണ് QWL? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഷോർട്ട് ഫോം ആണ് QWL. അതോടെ എഴുതി വെച്ചത് കേട്ടോ. Quality of work life. It means different to different persons. It may mean opportunity for advancement, creative task and successful career through a young and flexible working hours into the system. The employees are free to choose within certain limitations at what time they begin and quit their job each day. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ജീന ജോസ്. ജീന വർക്ക് ചെയ്യുന്നില്ലടോ? ജീന ചെയ്യുന്ന ജോലി വളരെ ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അവർ തരുന്നുണ്ടോ? സാറ്റിസ്ഫാക്ഷനോ ഹാപ്പിനെസ്സോ ഒക്കെ അതിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആണ് ഉള്ളത് എന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കപ്പെടുന്നത്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? ഓരോ വ്യത്യസ്ത വ്യക്തികളിലും ഇത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതായത് എല്ലാവർക്കും ഒരേ തൊഴിലനുഭവങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരേപോലത്തെ അറ്റ്മോസ്ഫിയറും അനുഭവങ്ങളും ആയിരിക്കില്ല കിട്ടുന്നത് അല്ലെ. അതെല്ലാം തന്നെ അവിടുത്തെ ടാസ്കിനെ, റെസ്പോൺസിബിലിറ്റിനെ, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെ, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന വർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. ഓക്കെ, മാത്രമല്ല ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രം, വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലെ. ജോബ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, നമ്മൾ പേഴ്സണലി നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് ഇവിടെ മിക്സിങ് വരും. പേഴ്സണൽ ലൈഫായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, പേഴ്സണൽ ലൈഫ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? നമ്മുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം അല്ലെ. പറ്റണ്ടേ? വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജോലിയുടെ അറ്റ്മോസ്ഫിയർ വരേണ്ടത്. ഓക്കെ, നമുക്ക് പല പല ടാസ്കുകളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ. അതൊക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് എൻവയോൺമെന്റ് തന്നെയാണ് അല്ലെ. ശരിയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞത് എന്താണ്, പേഴ്സണൽ ലൈഫിലെ പ്രോബ്ലംസ് ഒന്നും നമ്മുടെ വർക്ക് ലൈഫിലേക്ക് ഒരിക്കലും കൊണ്ടുവരരുത് അല്ലെ. അതുപോലെ വർക്ക് ലൈഫിലെ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിലേക്ക് എടുക്കുകയും ചെയ്യരുത്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചത് ചെയ്യരുത്. നമ്മൾ ഓഫീസിലെ കാര്യങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് സംസാരിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കും അല്ലെ. നമ്മളുടെ ഉറപ്പാണ് തോന്നുന്നത്, വേറെ ആർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേപോലെ നമ്മുടെ വീട്ടിലെ പ്രശ്നം മറ്റുള്ളവരോട് പോയി പറയുമ്പോൾ എന്താണ്, എല്ലാവരും ഓരോപോലെ എടുക്കണമെന്നുണ്ടാവില്ല. ഓക്കെ, യെസ് പട്ടോ. പിന്നെ നമ്മള് ചില ഓർഗനൈസേഷനിലൊക്കെ പറയുമ്പോൾ അവർക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും അല്ലെ, വലിയ ലക്ഷം ടൈം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഇന്ന സമയം വർക്കിന് കയറാനും ഇന്ന സമയത്ത് വർക്ക് ക്വിറ്റ് ചെയ്യാനും. അതായത് എപ്പോഴാണോ ഇത്ര വർക്കിംഗ് ടൈംസ് ഉണ്ടായിരിക്കും ആ സമയത്ത് എന്താണ് സ്റ്റാർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ടും. അതായത് ഓരോ ദിവസം, അതായത് ഓരോ ഷെഡ്യൂൾ ചെയ്ത വർക്കുകളായിരിക്കും ചിലർക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് അത് ഏത് സമയത്ത് ഫിനിഷ് ചെയ്യാനും ഏത് സമയത്ത് വേണമെങ്കിലും അത് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് എന്താ കൂടുതൽ കിട്ടുന്നത്, ഹാപ്പിനെസ് ആണ്. അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് ചെയ്യാനുള്ള വർക്ക് അവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സമയം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിന് സമയം കണ്ടെത്തുന്നു. ഓക്കെ, അപ്പൊ ചില ഓർഗനൈസേഷൻ എന്ത് കൊടുക്കും, ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിന് വേണ്ട ഉതകുന്ന തരത്തിലുള്ള എല്ലാത്തരം അഡ്വാൻസ്മെന്റ്, എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ബെനഫിഷ്യൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്
എന്താണ് പ്രത്യേകിച്ച് ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും എന്താണ് ജോലിക്കാർക്ക് ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പ്രഷറൈസ് ചെയ്തിട്ട് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല അല്ലെ. അവർക്ക് റിലാക്സ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയി ഹാപ്പിനെസ്സോട് കൂടി തന്നെ ജോലി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് പക്ഷേ എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ടാവും. എല്ലായിടത്തും ഉണ്ടത് ഇല്ല. യെസ്, അത് ഓരോ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് വർക്കിംഗ് സിറ്റുവേഷൻ ഓരോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. യെസ്, കാരണം മനസ്സിലായ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് അതും ഒരു നോൺ ഫിനാൻഷ്യൽ. അപ്പോ ചില ഓർഗനൈസേഷൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസിന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അവർക്ക് ഒരു ലെഷർ ടൈമും ഫ്ലെക്സിബിൾ അവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ കണ്ടിന്യൂ ചെയ്തോടെ നിർത്തുന്നത് കേട്ടോ. യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്ന യെസ് ജീന വെരി വെരി ഹാപ്പി. അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ഫീൽ ഫ്രീ ആണ്. എന്ത് വർക്ക് ആണെങ്കിലും ഒരു പ്രഷർ ഇല്ല, നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ. ഒരു ദിവസം വരും സ്മാർട്ട് സിറ്റി കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അവിടെ കോൺവൊക്കേഷന്റെ ബിൽഡിംഗ് അല്ല, ഇവിടെ ടീച്ചേഴ്സ് ഇരിക്കുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, പാലിയം എന്ന് പറയും, ക്ഷേമനഗരം. അവിടെയാണ്. ഇത്ര വലിയ ഭംഗിയുള്ള സെറ്റപ്പ് അങ്ങനെയൊന്നല്ല, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഹാപ്പിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും ടെക്നിക്കൽ ടീമും ടീച്ചേഴ്സും ആണ് ഇവിടെ ഉള്ളത്. നമ്മള് 18 ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ ടീം ഒരു 10 പേരുണ്ട്. ഞങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുന്നത്. പാലിയം അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ബിൽഡിംഗ് വരുന്നത്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, കുഴപ്പമില്ല. എല്ലാവരും പോസിറ്റീവ്. പിന്നെ ആരെ പറയണം, നമ്മുടെ ജയരാജ് സാറിന് അത് കളിച്ചപ്പോലെ അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഒരു മനുഷ്യൻ എത്ര പേർക്കാണ് നിങ്ങൾ ആലോചിച്ചിട്ട് എന്തോരം എത്ര വുമൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? 108ഓളം പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലെ മെജോറിറ്റി പെൺകുട്ടികളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നുള്ളൂ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നമ്മുടെ ഈ ഫീസ് കോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? പുറത്ത് 60,000 80,000 ഇങ്ങനെ 1 ലാഖിന് മേലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് സാറ് മെജോറിറ്റി ഗേൾസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ മനുഷ്യനോടുള്ള കടപ്പാട് ഒരിക്കലും മാറാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത്. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മോണ്ടിസോറി ടീച്ചിങ് കോഴ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. എച്ച് എ ഉണ്ട്. അപ്പോൾ കുറെ ജോലി ഇല്ലാത്ത കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം കൂടി കുറച്ച് നല്ലതായിരിക്കണം. നമ്മളുടെ ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ സെറ്റ് ആവും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ശരിയാണ്, തെറ്റാണ്. ചിലപ്പോ നമ്മ ചെല്ലുമ്പോ അവിടെ ഭയങ്കര ശൂന്യതയായിരിക്കും, അവരൊരു രസം ഉണ്ടാവില്ല, വർക്കൊക്കെ ഭയങ്കര ബോറാണ്, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മര്യാദക്ക് ചെയ്യുന്നില്ല, ടാസ്ക് ഒക്കെ വെറും ബോറായിട്ട് തോന്നാൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇടപെട്ട് നമുക്കതൊക്കെ മാറ്റിയെടുത്ത് ആ ഒരു ഓർഗനൈസേഷനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്കും പറ്റും. നമ്മുടെ ബിഹേവിയർ നല്ലതാണ് കേട്ടോ. നമ്മളവിടെ വൈബ് ചെയ്യണം. ആരാ പറയുന്നേ? ജിജി. യെസ്, ലാസ്റ്റ് വൺ എംപ്ലോയി മൊറൈലാണ് കേട്ടോ. എംപ്ലോയി മൊറൈൽ. ജിജി ഷാജിയൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യാറുണ്ടാവോ ക്ലാസ്സില്? ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കണ്ടത്. ക്ലാസ്സിൽ കയറാറില്ലടോ. ക്ലാസ്സിൽ കയറാറില്ല. ഓക്കെ, യെസ്. നിങ്ങളോട് വേറൊരു രസകരമായ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം നടന്ന കോൺവൊക്കേഷൻ 3 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആയിരുന്നു കേട്ടോ. HA18, HRM, HAPG3 3 ബാച്ച് ആയിരുന്നു. അതിൽ HA18 ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സാണ്, എന്റെ ക്ലാസ് ആയിരുന്നു. വേറെ 5 ടീച്ചേഴ്സ് ഉണ്ട്. സാധാരണ കോൺവൊക്കേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം ഉണ്ടാവും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ഒരു ഫീലിംഗ് ഇല്ലാത്ത കുറെ കുട്ടികൾ ഞങ്ങള് ഈ അടുത്ത ദിവസം കണ്ടു. അവരൊന്ന് വന്ന് മിണ്ടേ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്നു, ഒരു കയ്യടി പോലും ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. നമുക്ക് ഇതേപോലെ ഒരു ബോറടിച്ചൊരു കോൺവൊക്കേഷൻ ഉണ്ടായിട്ടില്ല സത്യത്തോടെ. എനിക്ക് തോന്നുന്നു എല്ലാം ഇൻട്രോവേർട്ടുകളായിരുന്നു തോന്നുന്നു.
ആ ഒന്നും ഉണ്ടല്ലോ വെറുതെ കൈ അടിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുമ്പോൾ കൈ അടിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്ന് ഒന്നും കൈ അടിക്കുന്നില്ല. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് നമ്മുടെ ടീച്ചർമാര് ഉള്ള കഷ്ടപ്പെട്ട് പരീക്ഷയൊക്കെ നടത്തി ക്ലാസ്സിൽ ചത്ത ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് കൊടുത്ത് എന്നിട്ട് ഡാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെ പോയി കളിച്ച് അവശതയായി നോക്കിയിട്ട് ഒരു കയ്യടിയില്ല, ഒന്നുമില്ല, ഒന്ന് വന്ന് മിന്നെ പോലും ചെയ്തില്ല. വിഷമമൊന്നും തോന്നുന്നില്ല, അങ്ങനെയുള്ളവർ ഉണ്ടല്ല. പക്ഷേ പക്ഷെ എന്താണ്, ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുന്ന നേരത്ത് ഒരു കുട്ടി ലാസ്റ്റ് ഏറ്റവും വൈകിയ വന്നത്, അതാണ് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും, ഒരാള് മതി ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്, ഒരാൾ മതി. അത് ഓടി വരിക, അതെന്നെ ഏറ്റവും ഗുരുവായൂർ എന്താ വരുന്നത്. അപ്പൊ എന്ത് ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടിയ ആള് ലേറ്റ് ആയി, 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ എന്താണോ ഓടി ഒറ്റയ്ക്ക് വരിക. ടീച്ചറെ വിളിച്ച് ഓടി വരാട്ടാ, ഞാനും വന്ദന മിസ് വേറെ മിസ്സുണ്ട്, ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞു. അത് ഒരെണ്ണം മതി ഞങ്ങൾക്ക്. ഒരാളെ ടീച്ചർ ഞാനത് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, രാവിലെ എത്തിച്ചേരാൻ പറ്റിയില്ല, ബാക്കി കൂട്ടുകാരെ ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞു കൂട്ടുകാരെ കാണാതിരിക്കുന്നതാണ് നല്ലത്, കാരണം പരസ്പരം അവരപ്പുറം അപ്പുറം ഇരുന്നിട്ട് പരസ്പരം ആരോടും മിണ്ടുന്നു പോലില്ല കുട്ടികളെ. ആണേ എന്താണെന്നോ ഇങ്ങനെ എല്ലാ ഇൻട്രോവേർട്ടുകളും ഒരുമിച്ച് വന്നൊരു ക്ലാസ്സാണ് നോക്കുന്നത്. നിങ്ങളൊന്നും അങ്ങനെ ആവരുത് കേട്ടോ. ഞങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടെങ്കിലും നല്ല കമ്പനി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അത്രയും വിഷമിച്ചു പോയി പെട്ടെന്ന് ആദ്യം ആ ഒരു സമയത്ത്. പക്ഷെ ആ ഒരു ഒരാളെ വെക്കുള്ളൂ, അപ്പൊ H80 റെപ്രസെന്റ് ചെയ്യാൻ ആ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഒരാൾ മതി. നിങ്ങൾ എങ്ങനെയല്ല നമുക്കറിയാം, വരുമ്പോ കാണാം. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും, അതായത് നമ്മ പരീക്ഷ കഴിഞ്ഞ ഒരു മാസത്തോളം ഗ്യാപ്പ് വരും, കാണാതിരിക്കും, നമ്മള് സംസാരിക്കുന്നില്ല, അറിയുന്നില്ല. ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ചിലപ്പോ ടീച്ചറിന് മറന്നു പോവാം, ക്ലാസ് മറന്നു പോവാം. അപ്പോഴാണ് ശരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരുന്നത് അല്ലേ. അപ്പൊ ഒരു ഗ്യാപ്പ് വരും, ആ ഒരു സമയത്ത് ചിലപ്പോ ചിലർ ഇന്ത്യയിൽ നിൽക്കില്ല. ഓക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. യെസ്, ലാസ്റ്റ് പോകാൻ നോക്കാം. ആ, എംപ്ലോയി മൊറൈൽ. എന്താണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്? മൊറൈൽ അഥവാ മനോവീര്യം. എന്താണ് മൊറൈൽ? മീൻസ് ഫീലിംഗ് ഓഫ് എൻഡ്യൂസാസം. രമ്യ മിസ് പറഞ്ഞിരുന്നല്ലേ ക്ലാസിക്കലിൽ പറഞ്ഞ നിങ്ങളോട്, ഒരാരും വീട്ടിലാണ് രമ്യ മിസ്. HRM-ലാണ്, HRM-ലെ കുട്ടികളാണ്, 10-25 കുട്ടികളുണ്ടായിരുന്നു ആ ഒരു ബാച്ച് തന്നെ. യെസ്, mobile means a feeling of enthusiasm, confidence in individuals or group that they will be able to handle the task allotted to them. Morale is a mental condition or attitude of individuals and groups that determines their readiness to cooperate. Good morale is evidenced by employee enthusiasm, voluntary conformance with the regulations and orders, and readiness to cooperate with others to accomplish an organizational objectives. എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെന്റൽ കണ്ടീഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എംപ്ലോയി മൊറൈൽ ഉണ്ടാവുന്നതിന് നമുക്ക് കുറച്ച് ഫീലിങ്സ് ഉൾപ്പെട്ടേ മതിയാവും. ഏതൊക്കെ ഫീലിങ്സ് ആണ് ഇവിടെ പറയുന്നത്? എൻത്യൂസിയാസം, കോൺഫിഡൻസ്. ഇത് മൂന്നും എന്താണ്? എൻത്യൂസിയാസം എന്ന് പറയുന്നത് എന്താ? എന്താണ്? ഉത്സാഹം. ഓക്കെ, യെസ്. മീൻസ് എന്താ പറയാ, തീഷ്ണമായ എന്നൊക്കെ പറയുന്നുണ്ട്, തീഷ്ണത എന്നൊക്കെ പറയില്ലേ, ഒരു പവർ പാക്ട് എന്നൊക്കെ പറയുന്ന പോലെ. യെസ്. കോൺഫിഡൻസ് അറിയാലോ, കോൺഫിഡൻസ് എന്താണ്? കോൺഫിഡൻസ് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? കോൺഫിഡൻസിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്താ? കിട്ടുന്നില്ല. ആത്മവിശ്വാസം. യെസ്, വെരി ഗുഡ്, ആത്മവിശ്വാസം. യെസ്. അപ്പൊ നമുക്ക് ഒരു ജോലി സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പല പല ജോലികൾ നമുക്ക് ചെയ്യാൻ തരും, പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പല ടാസ്കുകൾ അലോട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റണം? പറഞ്ഞ ഫീലിങ്സോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം? വളരെ കോൺഫിഡൻസോടുകൂടി, സീലോടുകൂടി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്സാഹത്തോടെയും തീക്ഷ്ണമായിട്ടും ആത്മവിശ്വാസത്തോടെയും ചെയ്തു തീർക്കാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ് ആണ്. അതൊരു മെന്റൽ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊറൈൽ അഥവാ മനോവീര്യം എന്ന് പറയുന്നത് അല്ലെ. മനോവീര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ. യെസ്, അത്
ഇങ്ങനെ ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ പെർഫോം ചെയ്താൽ മാത്രം മതി അല്ലെ? നമ്മുടെ മെന്റൽ കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ കോൺഫിഡന്റ് ആണ്, ചെയ്ത് തീർക്കും എന്നുള്ള രീതിയിലൊരു മെന്റൽ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതിപ്പോ ഗ്രൂപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ എന്താണ് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, യെസ്. പിന്നെ ഏത് സാഹചര്യത്തോടും നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി കൂടി ഉണ്ടാവും. ഓക്കെ, അതെന്താണ് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെന്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല സാഹചര്യങ്ങൾ വരാം അല്ലെ? നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് അതെല്ലാം തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കണം അല്ലെ? പ്രത്യേകിച്ച് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലെ? ഉത്സാഹത്തോടൊപ്പം തന്നെ ഉത്സാഹം ഇതൊക്കെ വരണമെങ്കിൽ തന്നെ എന്താണ്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ അല്ലെ? പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനോഭാവം കൂടി നമ്മളിൽ രൂപപ്പെട്ടാൽ മാത്രമേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനഫിറ്റും ആ ഒരു ഓർഗനൈസേഷൻ ഒരു ബെനഫിറ്റും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്താണ് മൊറൈൽ എന്ന് പറയുന്നത്? എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Morale means a feeling of enthusiasm, zeal, confidence in individuals or group that they will be able to handle the task allotted to them. Okay. പാരഗ്രാഫ് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്തോളൂ. മാത്രമല്ല morale is a mental condition അല്ലെങ്കിൽ എന്താണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് that determine their readiness to cooperate. നമുക്കൊരു ജോലി ചെയ്യാൻ തന്ന സമയത്ത് നമ്മളത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ പിന്നിൽ എന്തുണ്ടായിരിക്കും? റെഡിനെസ് ആവാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഡിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്ക് കോൺഫിഡന്റ് ഇല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി വില്ലിങ് ആവോ? എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല അല്ലെ? റെഡി ആണെങ്കിൽ നമ്മളത് എന്താണെങ്കിലും ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരും അല്ലെ? നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കും. ഓക്കെ, യെസ്. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഒരു ഗുഡ് മൊറൈൽ. ഗുഡ് മൊറൈൽ എന്താണ്? is evidenced by employee enthusiasm, voluntary conformance with regulations and orders, and readiness to cooperate with others to accomplish of an organizational objectives. ഒരു ഗുഡ് മൊറൈൽ അഥവാ നല്ലൊരു മനോവീര്യം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായിരിക്കും? നമുക്ക് നല്ല ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഡേഴ്സും ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടും അല്ലെങ്കിൽ വളരെ ഒരു ഉത്സാഹത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ മാക്സിമം എന്തെടുക്കണം? അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആ ഒരു എയിമിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉത്സാഹത്തോടെയും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റെസ്പോൺസിബിലിറ്റി, ടാസ്ക് ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ എന്തിനാണ്? ഇതെല്ലാം ചെയ്തു തീർക്കേണ്ടത് ഈ ഒരു ഗുഡ് മൊറൈലോട് കൂടിയായിരിക്കണം നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ചെയ്തു തീർക്കാൻ നമ്മുടെ ബിഹേവിയറലായിട്ട് രൂപപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്ത് ജോലിയാണെങ്കിലും. ഓക്കെ, യെസ്. ഇതിപ്പോ ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും നമ്മള് ഇതേപോലെ ചെയ്തു തീർക്കുകയാണെങ്കിൽ പല വീട്ടിലെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, വീട്ടിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണം. യെസ്, ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? ലാസ്റ്റ് ആണ് റിസോഴ്സ് മാനേജ്മെന്റ് ലാസ്റ്റ് ഭാഗമാണ് എംപ്ലോയ് ഗ്രീവൻസ്. എംപ്ലോയ് ഗ്രീവൻസ് ഇവിടെ 3 ടൈപ്സിലുള്ള പരാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസ് തമ്മിലുള്ള അല്ലെങ്കിൽ എംപ്ലോയീസിന് പ്രധാനമായിട്ട് നേരിടുന്ന 3 ടൈപ്പ് ഓഫ് grievances ഏതൊക്കെയാണ്? 3 types of grievances ഏതൊക്കെയാണ്? First one, a complaint that affects one or more workers constitute a grievance. Second one, a complaint become a grievance when this discontent with which is mostly associated with the work is brought to the notice of the management. Third one, a grievance is a written complaint filed by an employee and claiming unfair treatment.
നമുക്ക് ആദ്യത്തെ കംപ്ലൈന്റ് എങ്ങനെയുള്ളതാണെന്ന് നോക്കി പറയാമോ? ആദ്യത്തെ കംപ്ലൈന്റ് എങ്ങനെയായിരിക്കും? Complaint that affects one or more workers constitute a grievance. എന്താണ് പറയുന്നത്? ഒന്നോ രണ്ടോ ഒന്നോ അതിൽ കൂടുതലോ ജീവനക്കാരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അതിനൊരു കംപ്ലൈന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, ഒരു പരാതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഒരു ജീവനക്കാരനെ മാത്രമല്ല, വൺ ഓർ മോർ പേഴ്സൺസ് അല്ലെ, വൺ ഓർ മോർ വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ആദ്യത്തേത് മനസ്സിലായോ? ആദ്യത്തെ പരാതി എന്താന്ന്? ഓക്കെ, ഇനി രണ്ടാമത് നോക്കിയേ. കംപ്ലൈന്റ് ബിക്കം എ ഗ്രീവൻസ് വെൻ ഡിസ്കണ്ടന്റ്. അങ്ങനെ തന്നെയാണോ എടുക്കുന്നത് ടെക്സ്റ്റിൽ? നിങ്ങളുടെ ഡിസ്കണ്ടന്റ് എന്ന് തന്നെയാണോ? Yes. Misconduct which is mostly associated with the work is brought to the notice of the management. എന്താണ്? ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി നമ്മൾ ആരെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതാണ്? ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി നമ്മൾ ഔദ്യോഗികമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കുന്നത് ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, യെസ്. ഇപ്പൊ ജീവനക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം, അതായത് ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ നേരിട്ട് മാനേജ്മെന്റിനെ അറിയിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് രീതി ഉണ്ട് അല്ലെ? യെസ്, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന ഒരു കംപ്ലൈന്റ്സ് ആണ് എന്താ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഗ്രീവൻസസ് എന്ന് പറയുന്നത്. യെസ്, നോട്ടീസ് ടു ദ മാനേജ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് വൺ. തേർഡ് എന്തായിരിക്കും? തേർഡ് വൺ, a grievance is a written complaint filed by an employee and claiming unfair treatment. ആയിഷ് നോക്കിയേ. റിട്ടേൺ കംപ്ലൈന്റ് ആണ്. അതായത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തിന്റെ റിട്ടേൺ കംപ്ലൈന്റ് ആകാം, അല്ലെങ്കിൽ രേഖാമൂലം രേഖപ്പെടുത്തുന്ന ഒരു കംപ്ലൈന്റ് ആക്കി മാറ്റാനുള്ള കാരണം എന്താണ്? എന്താണ് ഇവിടെ പ്രശ്നം പറയുന്നത്? അൺഫെയർ ട്രീറ്റ്മെന്റ്. എന്താണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? അനാവശ്യമായൊരു ബിഹേവിയർ അല്ലെ, അനാവശ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം മൂലം, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. യെസ്, മോശം ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ, ബാഡ് ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. യെസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താവുന്നതുണ്ട്. ഓക്കെ, അപ്പൊ 3 ടൈപ്സിലാണ് ഇത് വരുന്നത്, ഗ്രീവൻസസ് അല്ലെ, പരാതികൾ വരുന്നത്. ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നേരിട്ട് മാനേജ്മെന്റിനെ ഒഫീഷ്യൽ ആയിട്ട് അറിയിക്കുന്നത്. മറ്റത് എന്താണ്? ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ ബിഹേവിയർ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് അതും ഒരു പരാതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 പരാതികളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നത് കോസസ് ഓഫ് ഗ്രീവൻസസ്, പരാതികളുടെ കുറച്ച് കാരണങ്ങളാണ്. ഇതല്ലാതെ തന്നെ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടും, അതായത് കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഏതാണ്? റിഗാർഡിംഗ് വേജസ്. സെക്കൻഡ് ഒന്നുകൂടി പറയണോ? ഏതാണോ? ഇവിടെ സെക്കൻഡ്, അതായത് നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും? അത് നേരിട്ട് നമ്മൾ മാനേജ്മെന്റിനെ നോട്ടീസ് ചെയ്യും. മാനേജ്മെന്റിനെ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കുന്നതാണ് സെക്കൻഡ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം മാത്രമായിരിക്കും അത് കേട്ടോ. മറ്റത് എന്താണ്? ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സിന്, ഇതിപ്പോ ചിലപ്പോൾ ഒരാളെ മാത്രം വർക്ക് റിലേറ്റഡ് ആയിട്ട് അഫക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതെന്താണ്? നെക്സ്റ്റ് വൺ, ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസസ് ആർ എന്തൊക്കെയാണ്? റിഗാർഡിംഗ് വേജസ്, റിഗാർഡിംഗ് സൂപ്പർവിഷൻ, റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗനിങ്. പ്രധാനമായിട്ട് പരാതികളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഒന്ന് വേജസുമായി ബന്ധപ്പെട്ട് അല്ലെ, വേജസ്, റിഗാർഡിംഗ് വേജസ് അല്ലെ, വേജസുമായി ബന്ധപ്പെട്ടത്. പിന്നെന്താ? റിഗാർഡിംഗ് സൂപ്പർവിഷൻ, അതായത് എന്താണ്? എന്തെങ്കിലും സൂപ്പർവിഷന്റെ കുറവ്, മേൽനോട്ടത്തിന്റെ കുറവ് മൂലം വരുന്ന എന്തെങ്കിലും പിശകുകൾ, അതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കാറുണ്ട് അല്ലെ. പിന്നെ
റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. എന്താണ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഓരോരുത്തരുടെ വ്യക്തിഗത പുരോഗതി, ഓരോ ഇൻഡിവിജ്വൽസിന്റെ വ്യക്തിഗതമായിട്ടുള്ള പുരോഗതികളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, അതായത് ഒരു വർക്കിംഗ് കണ്ടീഷൻസോ മറ്റ് ബെനഫിറ്റ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഡിവിജ്വൽസിന് അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. യെസ്, അതാണ് റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്, വ്യക്തിഗതമായിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ. പിന്നെ ജനറൽ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, വർക്കിംഗ് കണ്ടീഷൻ മോശമായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കാം. പിന്നെന്താ കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്? വിലപേശൽ, കൂട്ടായ വിലപേശൽ. എന്തിനു വേണ്ടിയായിരിക്കും ഒരു കൂട്ടായ വിലപേശുന്നത്? പിരിവല്ല, വിലപേശൽ. പ്രധാനമായിട്ടും വേജസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, സാലറിക്ക് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ബാർഗൈനിങ് ചെയ്യാറുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്തരം കാരണങ്ങളാണ് സമരം പോലെയൊക്കെ. യെസ്, എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസസ് അല്ലെ, അതായത് ചില പരാതികൾ അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങളാണ് പരാതി കൊടുക്കാനായിട്ട് എംപ്ലോയീസിനെ പ്രാപ്തരാക്കുന്നതെന്ന് പറയുന്നത്. ഒരു വേജസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂപ്പർവിഷൻ കുറവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗത പുരോഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പരാതികൾ കൊടുക്കും. പിന്നെന്താണ് വർക്കിംഗ് കണ്ടീഷൻസ് ഓക്കെ അല്ലെങ്കിൽ. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്, പ്രധാനമായും നമ്മളത് സാലറിയുമായി ബന്ധപ്പെട്ടാണ് കളക്റ്റീവ് അല്ലെങ്കിൽ കൂട്ടായിട്ട് എംപ്ലോയീസുകൾ വിലപേശാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിംഗ് ടൈം ഷെഡ്യൂളിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യാറുണ്ട്. ഓക്കെ, ടൈം ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ പറയാം 8 മണിക്കൂർ ജോലി, ഇത്ര മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറയാറുണ്ട്. വിശ്രമമൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ള സമയം വരുമ്പോൾ എന്താണ് അതിന് വേണ്ടി അവർ പോരാടും. ഓക്കെ, ഓവർ ടൈം വർക്ക് ഒക്കെ വരും. യെസ്, അപ്പൊ ഈ പറഞ്ഞ പരാതികളൊക്കെ ഇവർക്ക് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? When the grievance redressal machinery works effectively, it is satisfactorily resolved most of the disputes between labor and management. ഒരു ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ജോലിക്കാരും അല്ലെങ്കിൽ മാനേജ്മെന്റ്, ലേബർ ആൻഡ് മാനേജ്മെന്റ് തമ്മിലുള്ള പലതരത്തിലുള്ള തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സുകൾ അല്ലെ, ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടായിരിക്കും? ഒരു ഗ്രിവൻസ് റിഡ്രസൽ മെഷീനറി ഉണ്ട്. അതായത് പരാതിക്ക് പരിഹാര യന്ത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, ഒരു റിഡ്രസൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരായിരിക്കും ഇത്തരം പരാതികൾക്കുള്ള എല്ലാത്തരം ഒരു പരിഹാരങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട്, അതായത് ജോലിക്കാരുടെ പരാതികൾ എന്താണോ ആ പരാതികൾ എന്താണെന്ന് കണ്ടെത്തിയതിനു ശേഷം അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ മാനേജ്മെന്റ് ലേബറും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഇടയിൽ നിന്ന് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ പരിഹരിക്കുന്നത് ആരാണ്? ഗ്രീവൻസ് റിഡ്രസൽ മെഷീനറീസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, യെസ്, മനസ്സിലായോ? പ്രോസസ് ഓഫ് ഗ്രീവൻസസ് മനസ്സിലായോ? യെസ്, നമ്മളാ വലിയ ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് എടുക്കാനുള്ള പാർട്ട് 3 മൊഡ്യൂൾ 3 എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഇനി ഒരു 3 ചാപ്റ്ററും കൂടി ഉള്ളൂ, മൊഡ്യൂൾ 4. അപ്പൊ ഇതിലെ നിങ്ങള് എന്തോ എനിക്ക് റിഫ്രഷ്മെന്റിന് അന്ന് തന്നെ പറഞ്ഞു തന്നല്ലോ, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന്. ഞാൻ തന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടോ? ഗൈഡ് നിങ്ങൾക്ക് അറിയാലോ, മെയിൻ എക്സാം നമ്മൾ ഗൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ ഗൈഡ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഗൈഡിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ എന്നോട് ചോദിക്കാം. ഞാൻ എടുക്കുന്ന ചാപ്റ്ററിലോ അല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 3 എന്റെ കഴിഞ്ഞു. മൊഡ്യൂൾ 4 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 4 കുറച്ച് റിലാക്സ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ ടോപ്പിക് ആണ് ലോൺഡ്രി ആൻഡ് ലിനൻ സർവീസസ്. ലോൺഡ്രി ആൻഡ് ലിനൻ സർവീസസ് ചാപ്റ്റർ 2. നിങ്ങളിൽ എത്രയും നമ്പർ എനിക്ക് അറിയില്ല കേട്ടോ, നോക്കാം, പേജ് നോക്കാം കേട്ടോ. ചാപ്റ്റർ 11. ഓക്കെ, പേജ് നമ്പർ എത്രയാണ്? ചാപ്റ്റർ 11 ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങളുടെ?
ഗൈഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനാ പറഞ്ഞത് ആ പ്ലസ് ടെക്സ്റ്റും കൂടി വായിക്കണം കേട്ടോ നിങ്ങൾ. സമയം കിട്ടാണ് ടെക്സ്റ്റും വായിക്കുക, ഗൈഡ് നോക്കാം. എന്തുണ്ടെങ്കിലും ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കണേ. ടീച്ചർക്കിന് എടുക്കാനുള്ളത് ലോണ്ടറി ഉണ്ട്, HMIS അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, പിന്നെ ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, മൂന്നും കൂടി ഉള്ളു. ഇനി തുടങ്ങി അങ്ങ് വേഗം തീരും. ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എങ്ങനെയുണ്ട് ചാപ്റ്റർ? നല്ല രസമല്ലേ പഠിക്കാൻ? പഠിച്ചില്ലേ നിങ്ങൾ? അതെ. എക്സാം ഇപ്പൊ തന്നെ അടുത്ത മാസം ലാസ്റ്റ് ഉണ്ടാവും. അടുത്ത മാസമല്ല, മാർച്ച് ലാസ്റ്റ് ഉണ്ടാവും എക്സാം. അടുത്ത മാസമല്ലേ മാർച്ച്. പേജ് നമ്പർ ഒന്ന് പറയൂ പിള്ളേരെ. 11. മെയിൻ എക്സാം ഏപ്രിലാണ് കേട്ടോ. മെയിൻ എക്സാം ഏപ്രിലായിരിക്കും. സ്റ്റഡി ലീവ് ഉണ്ടാവും മെയിൻ എക്സാം. നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ടേം എക്സാം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോ 4 ദിവസമായിട്ടായിരിക്കും നമ്മുടെ എക്സാം. മെയിൻ പേപ്പറിന് 4 മൊഡ്യൂള്. അപ്പൊ ചിലപ്പോ 4 മൊഡ്യൂള് ചിലപ്പോ ടൈം ഗ്യാപ്പ് വരാം, 5 ദിവസം 2 ദിവസമൊക്കെ വരാം. ചിലപ്പോ അടുപ്പിച്ചായിരിക്കും. അത് കണ്ടീഷൻ അനുസരിച്ച്. വേറെ എക്സാം ഒക്കെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടാവും, പഠിക്കാനുള്ള സമയമൊക്കെ വന്നിട്ടാണ്. ക്യാമറ ഓൺ ചെയ്തിട്ട് എക്സാം എഴുതണമെന്ന് അറിയാലോ. സ്ക്രീൻ ഷെയർ ആവുന്നില്ല കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാം. ചാപ്റ്റർ 2 ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? എവിടെയായിട്ടാണ് കണ്ടത്? എവിടെയായിട്ടാണ്? ഏത് ഫ്ലോറിലാണത്? ഓ വെരി ഗുഡ്. ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ തുടങ്ങി ജസ്റ്റ് നോക്കാം. എന്റെ പ്രസന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ടീച്ചറിന് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. In the present-day hospitals, the laundry and linen services are one of the most important supportive services. Laundry department at hospitals are responsible for maintaining neatness of linen, staff uniform, lab coats, and tailoring services to meet the needs of patients and staff. The hospital laundry within linen, which got stained from various blood fluids, body fluids, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put in the washing machine, as they are carefully and delicately handled. Available laundry services is of the greatest importance to the hospital. ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഹൈജീനിക് ആയിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് മെറ്റീരിയൽസിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? ഏത് മെറ്റീരിയൽസിനാണ്? ഹോസ്പിറ്റൽ ലൗണ്ടറീസ് ആണ് അല്ലെ? യെസ്. അതായത് ഹോസ്പിറ്റലില് ഏതൊക്കെ കാണാം? തുണിത്തരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഏതാണ്? ഏത് ക്ലോത്ത് മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോട്ടൺ ആണ് അല്ലെ? കോട്ടൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ ഹോസ്പിറ്റലിലെ വസ്ത്രദാനങ്ങൾ, ഇപ്പൊ ബെഡ്ഷീറ്റ് ആയ പേഷ്യൻസിന്റെ പില്ലോ കവേഴ്സ് അല്ലെങ്കിൽ ബെഡ് കവേഴ്സ്, ലാബ് കോട്ട്സ്, സ്ക്രീനർ,
അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കോട്ട്, അങ്ങനെ അങ്ങനെ പല രീതിയിൽ ക്ലോത്തിങ് മെറ്റീരിയൽസ് എവിടെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിഫോംസ് ആണെങ്കിലും മറ്റെന്ത് തരം വസ്ത്രദാനങ്ങളാണെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെയാണ് അത് കാണിക്കുന്നത് അല്ലെ. ഏറ്റവും മോശമായ വസ്ത്രം ധരിക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു പബ്ലിക് ഇമേജസ് അതിന് ഉണ്ടാവില്ല അല്ലെ. യെസ്, അപ്പൊ അതിനാൽ തന്നെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഹോസ്പിറ്റലിൽ തുണിത്തരങ്ങൾ വളരെ ഹൈജീനിക് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തില് ടൈപ്സ് ഓഫ് ലിനൻസ് ഉണ്ട് അല്ലെ. സ്റ്റാഫിന്റെ യൂണിഫോംസ് ഉണ്ട്, ലാബ് കോട്ട്സ് ഉണ്ട്, മറ്റ് ടൈലറിംഗ് സർവീസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സ്റ്റാഫിലേക്ക് മറ്റ് തുണിത്തരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ്, പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വേരിയസ് ആയിട്ടുള്ള പല ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. അതായത് ഇപ്പോൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് അതെല്ലാം ഡ്രസ് മെറ്റീരിയൽസിലാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ബ്ലഡ് മാത്രമല്ല, യൂറിൻ ആണെങ്കിലും ഫീസസ് ആണെങ്കിലും എന്താണ്, ഇതെല്ലാം തന്നെ ഡ്രസ്സിലാവാനുള്ള എല്ലാ ക്ലോത്ത് മെറ്റീരിയൽസിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എല്ലാത്തരം ഇൻഫെക്ഷൻസും പ്രിവെന്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസിനെ വാഷ് ചെയ്തെടുക്കുക എന്നൊരു പർപ്പസ് തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല മെഷീൻസിനെ പ്രത്യേകിച്ചൊരു വലിയൊരു വാഷിംഗ് മെഷീനറി സംവിധാനം ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് ഒരു നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള വസ്ത്രം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഡ്യൂട്ടി. മാത്രമല്ല ഇവർ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസും വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഒറ്റ വാഷിലല്ല നമ്മളിത് കഴുകുന്നത്, പലതരം പ്രോസസ്സിലൂടെയാണ് ഈ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ്സിലെ ക്ലോത്ത് മെറ്റീരിയൽസ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ അതിൽ നിന്ന് മാറ്റി അത് മുക്തമാക്കി മാറ്റാനായിട്ടുള്ള പല മെത്തേഡ്സും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സർവീസസ് ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിന് ഒരു പബ്ലിക് ഇമേജ് കിട്ടുന്നത് അവിടുത്തെ വസ്ത്രദാനങ്ങളാണ്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ആൻസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ യൂണിഫോംസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയ സ്റ്റാഫ് മുതൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻസ് ഉള്ളവർക്ക് വരെ നല്ല രീതിയിൽ യൂണിഫോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, ഏറ്റവും വെൽ ആൻഡ് നീറ്റ് ഹൈജീനിക് ആയിട്ടുള്ള യൂണിഫോംസ്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം നമുക്ക് തോന്നും അല്ലെ. ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു എല്ലാത്തരം, അതായത് സ്റ്റാഫുകളാണെങ്കിൽ ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫുകൾ പോലും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ നമുക്ക് നല്ല അഭിമാനം തോന്നും. നല്ല ഭംഗിയുള്ള, നല്ല ഏറ്റവും വൃത്തിയുള്ള രീതിയിലായിരിക്കും അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, യെസ്, അപ്പൊ ഈ ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള ഇത്തരം ഈ ഒരു ക്ലോത്ത് മെറ്റീരിയൽസിന്റെ എല്ലാത്തരം ഉപയോഗങ്ങളും അതിന്റെ സർവീസസും കൈകാര്യം ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസസിലാണ് കേട്ടോ. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, കേട്ടിരുന്നാൽ മതി, ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. യെസ്, the linen and laundry services should provide safe, clean, ample and timely supply of the linen to user units of the hospital at the right time, right place, right quantity and right price. Okay, അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ് ആയിട്ട്, ക്ലീൻ ആയിട്ടുള്ള, ആംബിൾ മീൻസ് ധാരാളം അല്ലെ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള, ആവശ്യത്തിലധികം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് ആവശ്യപ്പെടുന്നത് അവർ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയില്, ക്വാളിറ്റിയില്, കറക്റ്റ് സമയത്ത്, കറക്റ്റ് പ്ലേസസിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ലൗണ്ടറി സർവീസസ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്, മനസ്സിലായില്ലേ പോയിന്റ്? യെസ്, this term is used to denote clothing items. It consists of all the textile used in the hospital, which include mattress, bed cover, bed sheets, towel, blanket, screen curtain, doctor coat, table cover, etc. അതൊന്ന് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് ഐറ്റംസ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? മാട്രസ് വരുന്നുണ്ട് അല്ലെ, അതുപോലെ ബെഡ് കവേഴ്സ് വരുന്നുണ്ട്, ബെഡ് ഷീറ്റ്സ്, ടവല്, ബ്ലാങ്കറ്റ്സ്, സ്ക്രീൻ കർട്ടൻ. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതാണ് സ്ക്രീൻ കർട്ടൻസ്, കണ്ടവർക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ഡോക്ടേഴ്സിന്റെ കോട്ട്, ടേബിൾ കവർ കോട്ട്സ്, ഇതൊക്കെ എല്ലാം തന്നെ എന്താണ് ഈ ക്ലോത്തിങ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. The most preferred and frequently used materials is cotton, as it is lower priced and more comfortable. അതായത് ഈ പറഞ്ഞ ഐറ്റംസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, തുണിത്തരം എന്ന് പറയുന്ന ഏത് ടൈപ്പാണ്? കോട്ടൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് ലോവർ പ്രൈസിൽ കിട്ടുകയും ചെയ്യും, മാത്രമല്ല
നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ. ഓക്കെ, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Most preferred and frequently used material is cotton as it is lower priced and more comfortable. Cotton മാത്രം ഒന്ന് ടിക്ക് ചെയ്താലും മതി. Hospital laundry receive all the linen material from different areas such as ward, OPD and office area where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending and delivering. In the case of linen, special care should be taken. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഹോസ്പിറ്റൽ ലൗണ്ടറീസ് റിസീവ് ചെയ്യുന്നത് പല പല ഏരിയാസിൽ നിന്നാണ്. പ്രത്യേകിച്ച് എവിടെ നിന്നൊക്കെയാണ് ഡിഫറെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്? ഒന്ന് വാർഡ്, അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഓഫീസ് ഏരിയാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നെല്ലാം പല ഏരിയാസിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സോർട്ടിങ്, ഡിവൈഡ് ചെയ്യുക അല്ലെ. സോർട്ട് ചെയ്യുന്ന എല്ലാ ഏരിയാസിൽ നിന്നും കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ തരംതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വാഷിംഗ് കഴുകുന്നു. എക്സ്ട്രാക്ടിങ് എന്താണ്? എക്സ്ട്രാക്ടിങ് ചെയ്യാന്ന് പറയുന്നത് വേർതിരിച്ചെടുക്കുന്നു. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പലതായിട്ട് വേർതിരിക്കുന്നു. ഡ്രൈയിങ്, അതിനെ ഉണക്കുന്നു അല്ലെ, അതിനെ ഡ്രൈ ചെയ്യുന്നു. പിന്നെന്താണ്? അയണിങ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ് നമ്മൾ അത് അയൺ ചെയ്യും. ഫോൾഡിങ് എന്താണ്? ഫോൾഡ് ചെയ്യാം. ഫോൾഡിങ് മടക്കുന്നു. മടക്കിയതിന് ശേഷം എന്ത് ചെയ്യും നമ്മള്? മെൻഡിങ്. അന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്നും നമ്മൾ കാണിക്കാറില്ലേ? എന്താ പറയാ, ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ വെക്കില്ലേ, ഇങ്ങനെ അടുക്കി പ്രസ് ചെയ്ത് വെക്കില്ലേ? അതിനാണ് മെൻഡിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, മടക്കിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. സെറ്റ് ആക്കി വെക്കാന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്ന? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം ആദ്യം ചെയ്യുന്ന പ്രോസസ് എന്താണ്? സോർട്ട് ചെയ്യുന്നു. രണ്ടാമത് വാഷ് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിനെ വേർതിരിച്ചെടുക്കുന്നു. ഡ്രൈ, അതിനെ ഉണക്കിയെടുക്കുന്നു. അയൺ ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ് അയൺ ചെയ്യുന്നു. ദെൻ ഫോൾഡ് ചെയ്യുന്നു, മെൻഡ് ചെയ്യുന്നു, ഡെലിവറിങ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത്. ഓക്കെ, യെസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. പ്രോസസ് നമ്മൾ ഇനി ഓരോ പോയിന്റ് പഠിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ പോയിട്ട് ടിക്ക് ചെയ്തിട്ടേക്കും. ഓക്കെ, എന്താണ് ഒരു ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലായോ? യെസ്, എങ്ങനെയുള്ള ഒരു സർവീസസ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് സപ്പോർട്ടിംഗ് സർവീസ് ആണ്. വെരി ഗുഡ് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടിംഗ് സർവീസിൽ ഉൾപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻസ്, സ്റ്റാഫ് യൂണിഫോം, ലാബ് കോട്ട്സ് ആൻഡ് ടൈലറിംഗ് സർവീസസ് ടു മീറ്റ് നീഡ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അപ്പം ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാത്തരം തുണിത്തരങ്ങളുടെയും നീറ്റ്നെസ് അല്ലെ, അതിന്റെ നീറ്റ്നെസ് നിലനിർത്തുക, അതിന്റെ ഒരു യാതൊരു വിധത്തിലുള്ള എന്താണ് ഇൻഫെക്ഷൻസ് ഒന്നും പടരാതെ തന്നെ അതിനെ നോൺ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട എല്ലാത്തരം മെറ്റീരിയൽസും കറക്റ്റ് സമയത്ത്, കറക്റ്റ് സ്ഥലത്ത്, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരു ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളതും ആംപിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വരുന്നുണ്ട്? മാട്രസ്, ബെഡ് കവർ, ബെഡ്ഷീറ്റ്സ്, ഫ്ലവേഴ്സ്, ബ്ലാങ്കറ്റ്സ്, സ്ക്രീൻ കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കോട്ട്സ് മുതലായ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളുടെ സർവീസസ്, ക്ലീനിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. ഓക്കെ, യെസ്. ഇനി ഇത് പല ഏരിയാസിൽ നിന്ന്, ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനെ കുറച്ച് എക്സാമ്പിൾ ആണ് പറഞ്ഞാൽ OT അല്ലെങ്കിൽ OPD അല്ലെങ്കിൽ വാർഡ്. ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ ഒരു 5-6 പ്രോസസ്സിലൂടെയാണ് അത് കടന്നു വിടുന്നത് അല്ലെ. നമ്മൾ സോർട്ട് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഡ്രൈൻ ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു, മെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അത് വിതരണം ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇത് എളുപ്പമാണ് ഈ ചാപ്റ്റർ കേട്ടോ.
ഇനി നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഒന്ന് ജസ്റ്റ് പറയാം. എന്തായിരിക്കും ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ലിനൻ സർവീസസിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഏറ്റവും കംഫർട്ടബിളും ഹൈജീനിക് ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെ. ഇനി മാത്രമല്ല എന്താണ്, കോൺസ്റ്റന്റ് സപ്ലൈ ഉണ്ടായിരിക്കും. ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാത്രമല്ല എന്താണ്, കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റിട്ടേൺ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റലിനകത്ത് നിൽക്കുന്ന എല്ലാത്തരം ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റണം. ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസസ് അവരുടെ തുണിത്തരങ്ങളിൽ കൊടുക്കാനായിട്ടും ആർക്ക് സാധിക്കണം? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് സാധിക്കണം. അങ്ങനെ 3 ഒബ്ജക്റ്റീവ്സ് ആണ് അതിനുള്ളത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, എടുക്കുന്നുള്ളൂ കേട്ടോ. Okay. Okay, thank you. Have a nice day.